ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പുറപ്പാടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ക്രിസ്മസിനോടനുബന്ധിച്ച വിവിധ സന്ദേശങ്ങൾ കേൾക്കുകയായിരുന്നു. ഈശോയുടെ ജനനം, മാലാഖമാരുടെ സന്ദേശം, ആട്ടിടയന്മാരുടെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി അവർ എങ്ങനെയാണ് ഈശോയുടെ അടുത്തേക്ക് വന്നത്, ഹെറോദേസിൻ്റെ മനോഭാവം എന്തായിരുന്നു, ഇസ്രായേലിൻ്റെ മനോഭാവം എന്തായിരുന്നു, എങ്ങനെയൊക്കെ ഈശോയെ സ്വീകരിച്ചു, ഇതെല്ലാം നമ്മൾ കണ്ടിന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം പല മീഡിയയിലൂടെ. അതിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ് 2022 നമ്മൾ കടക്കുന്നു. ഏകദേശം 2 വർഷങ്ങൾ കഴിഞ്ഞു. നമ്മളൊരു വലിയ പാൻഡമിക് സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. അതിനെ തരണം ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ, പ്രവർത്തനങ്ങളോടെ ശ്രമിക്കുകയാണ്. ഇവിടെ ജീവിതം എവിടം വരെ ഉണ്ടെന്ന് അറിയാൻ മേലാത്ത അവസ്ഥ കണ്ണുകൊണ്ട് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ വലിയ പ്രശ്നങ്ങളെയും ദുരന്തങ്ങളെയൊക്കെ നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് പല തലമുറകളും നേരിട്ടിട്ടുണ്ട്. വലിയ വെള്ളപ്പൊക്കങ്ങളെയും ഭൂകമ്പങ്ങളെയൊക്കെ നേരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പകർച്ചവ്യാധികളെ നേരിട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കുറച്ച് കാലങ്ങളായി ശാന്തമായി ആയിരുന്നു ജീവിതം പോകുന്നതെങ്കിൽ ജീവിതത്തിൻ്റെ സ്പീഡ് കൂടി, ബന്ധങ്ങളുടെ അന്തരം കൂടി, ലോകം മുഴുവൻ കൈക്കുള്ളിലേക്ക് ഒതുക്കാനുള്ള ടെക്നോളജികൾ വളർന്നു. ഇതെല്ലാം സംഭവിക്കുന്ന ഈ സമയത്തും ദൈവവചനം നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളെപ്പറ്റിയാണ് 2022 തുടക്കത്തിൽ നമ്മൾ ചിന്തിക്കുക. ഈശോയുടെ ജനനത്തിൻ്റെ സന്ദേശത്തിലെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് നമ്മളിന്നെടുത്ത് ചിന്തിക്കുകയാണ്. എന്താണത്? മാലാഖമാരുടെ സന്ദേശത്തെ കേട്ട ആട്ടിടയന്മാരാകട്ടെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്ദേശം നോക്കിയിരുന്ന ജ്ഞാനികളാകട്ടെ, ഇവരെല്ലാം എങ്ങനെ സ്വീകരിച്ചെങ്കിൽ, ഈശോയുടെ സന്ദേശത്തെ എങ്ങനെയാണ് സ്വീകരിച്ചതെങ്കിൽ അതിന് വിപരീതമായ, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കൂട്ടരെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ലൂക്കാ സുവിശേഷകനും മത്തായി സുവിശേഷകനും 2 സുവിശേഷത്തിലും കുറച്ച് വ്യക്തമായ ഈശോയുടെ ജനനത്തിൻ്റെ സംക്ഷിപ്ത രൂപം കൊടുക്കുന്നുണ്ട്. ലൂക്കാ സുവിശേഷൻ ആദം മുതലേ ഈശോയുടെ ജനനത്തെ കൊണ്ടുവരുമ്പോൾ, മത്തായി സുവിശേഷകൻ അബ്രഹാം മുതലുള്ള വംശാവലിയിൽ ഈശോയുടെ ജനനത്തെ കൊണ്ടുവരികയാണ്. ഈ 2 സുവിശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഈശോയുടെ അമ്മയായ മറിയവും യോസേപ്പ് പിതാവും ഈശോയുടെ ജനനത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവിടുത്തെ നിയമം പാലിക്കാൻ വേണ്ടി അവർ യാത്ര ചെയ്യുന്നു. പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ബെത്ലഹേമിൽ ഈശോ ജനിക്കണം എന്നുള്ള പ്രവചനങ്ങൾ, ബെത്ലഹേം നീ ഏറ്റവും ചെറിയ സ്ഥലമാണെങ്കിലും നിന്നിൽ നിന്ന് യൂദയായുടെ കൊമ്പുയരും, നീ ലോകം മുഴുവനും നിന്നിൽ നിന്ന് ഉള്ള സന്തതിയായിരിക്കും ലോകത്തിൻ്റെ ഭരണകർത്താവായി മാറുക, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ ബെത്ലഹേം എന്ന് പറയുന്ന ചെറിയ പ്രദേശത്തുനിന്ന് ആണ് ഉണ്ടാകുക എന്നുള്ള പ്രവചനങ്ങളെ അതിൻ്റെ പൂർത്തീകരണമായിട്ടാണ് ഈശോ ജനിക്കുന്നത് ബെത്ലഹേമിൽ തന്നെ, നസ്രായൻ. അവിടെ ഈശോയുടെ ഈ ജനന സമയത്ത് അത് മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ അതിനെ അതേ അർത്ഥത്തിൽ സ്വീകരിക്കാൻ പറ്റാത്ത ഒരു കൂട്ടരാണ് സത്രത്തിൻ്റെ, അല്ലെങ്കിൽ ഓരോ വീടിൻ്റെയും ഉടമസ്ഥർ. പല വീടുകളിൽ, പല സത്രങ്ങളിൽ യോസേപ്പ് പിതാവും മാതാവും ചെന്നിട്ടുണ്ട്. ഒരു ചെറിയ സ്ഥലത്തിന് വേണ്ടി, പ്രസവവേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി അല്പം സ്ഥലം ചോദിച്ചൊരു ഭർത്താവ്. ഇത് പറയുമ്പോൾ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരാറുണ്ട്. ഈ കാലഘട്ടത്തിന് ഞാൻ ഇതുമായിട്ടൊന്ന് തുലനം ചെയ്യുകയാണ്. പലപ്പോഴും ക്ഷീണിതമായി വരുന്ന ഒരു ഗർഭിണിയുടെ മുഖം നമ്മളെല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. ഒരു 99% മനുഷ്യരും അത് കാണുമ്പോൾ, ഒരു ബസ്സിലാണെങ്കിൽ പോലും എഴുന്നേറ്റ് നിൽക്കും, അവർ സീറ്റ് കൊടുക്കും, ഇരിക്കാൻ സീറ്റ് കൊടുക്കും. അതുപോലെ തന്നെ വീട്ടിലുള്ളവർ, പ്രത്യേകിച്ചും കുടുംബാംഗങ്ങളൊക്കെ, ഭർത്താവ് മാത്രമൊന്നുമല്ല, കുടുംബാംഗങ്ങളെല്ലാം ആ സമയത്ത് പ്രത്യേക പരിഗണന കൊടുക്കും. ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കും. അങ്ങനെ ഒരു പ്രത്യേക പരിഗണന ഈ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് കിട്ടാറുണ്ട്. ഒരുമാതിരി മനസാക്ഷിയുള്ള എല്ലാ വീട്ടിലും, എല്ലാ സമൂഹത്തിലും. എന്നാൽ പ്രസവവേദനയുമായി നിൽക്കുന്ന ഒരു ഗർഭിണിയുടെ ആ അവസ്ഥയെ കണ്ടിട്ട് അതിൻ്റെ റിസ്ക് സൈഡുകൾ മാത്രം ഒരു പക്ഷേ, അല്ലെങ്കിൽ എന്തിന് ഞങ്ങൾക്കിതിൻ്റെ ആവശ്യം എന്ത്, അതിൻ്റെ അകത്ത് നിസ്സംഗത, അല്ലെങ്കിൽ എനിക്ക് ആവശ്യമില്ലാത്തടത്ത് ഞാൻ എന്തിന് ഇടപെടുന്നു എന്നും പലരും ആക്സിഡൻ്റൊക്കെ പറ്റുമ്പോൾ മരിക്കാറായി കിടക്കുന്നവരെ കണ്ടാൽ ചിലപ്പം
റിസ്ക് ഓർത്തിട്ട് വിട്ടുപോകും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാരണം നമ്മളതിന് ഇടപെട്ടാൽ നമ്മളും ചിലപ്പം അതിൻ്റെ അകത്ത് ചെന്ന് പെടും എന്നോർത്തിട്ട് തന്നെ അതിൻ്റെ അകത്ത് അടുത്ത ഘട്ടത്തിലേക്ക് പോലീസോ ഒക്കെ വരുമ്പോൾ നമ്മളിതിന് സമാധാനം പറയണ്ടേ എന്നുള്ള വലിയൊരു റിസ്ക് ഫാക്റ്റ് ഓർത്തിട്ട് അതിനെ അവഗണിക്കുന്നവർ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എനിക്കെന്ത് കാര്യം എന്ന് ചിന്തിക്കുന്നവർ. ഇവിടെയാണ് ഈശോയുടെ വചനം നമ്മൾ എടുക്കേണ്ടത്. ചെയ്യേണ്ട നന്മ എന്തെന്നറിഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നതും പാപമാണ്. നമ്മുടെ മുന്നിൽ അർഹതപ്പെട്ട ഒരാൾ നിൽക്കുകയാണ്. അവർ ചോദിക്കുന്നതിന് മുമ്പ്, ഒരുപക്ഷെ അവരുടെ അഭിമാനം വെച്ച് അവർ ചോദിക്കുന്നില്ലെങ്കിൽ, അവർ ചോദിക്കുന്നതിന് മുമ്പ് എന്നിലുള്ള ഒരു കാര്യമാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ, അതുകൊണ്ടാണ് അവരുടെ ജീവൻ്റെയോ ജീവിതത്തിൻ്റെയോ അഭിമാനത്തിൻ്റെയോ നിലനിൽപ്പെന്ന് എനിക്ക് മനസ്സിലായാൽ, അവരെൻ്റെ മുന്നിൽ വന്ന് തല താഴ്ത്തി നിന്ന് കരയേണ്ട അവസരമൊന്നും കൊടുക്കുന്നത് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് ഭൂഷണമല്ല. കാരണം സ്വർഗം നമ്മളിലേക്ക് കനിഞ്ഞു നൽകുന്ന അനുഗ്രഹങ്ങളൊന്നും നമ്മളെപ്പോഴും കരഞ്ഞിട്ടും അവിടെ പോയി ദൈവസന്നിധിയിൽ എപ്പോഴും യാചിച്ചിട്ടും മാത്രമൊന്നുമല്ല. നമ്മൾ യാചിക്കാതെയും പ്രാർത്ഥിക്കാതെയും തന്നെ ഈ ഭൂമിയിലേക്ക് ഈ വെളിച്ചവും ഈ വെള്ളവും ഈ വായുവും എല്ലാം ദൈവം തന്നുകൊണ്ടായിരിക്കണം. അത് ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും ഒരുപോലെ ദൈവം സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന, ദൈവം ഫ്രീ ആയിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ചാൽ, അതൊന്നും ഇല്ലെന്നായാൽ, ഒരു കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ഒരു ശകലം ഒരു അപാകത വന്നിട്ട് നമ്മൾ കണ്ണിന് വേണ്ടി ഒന്ന് ചികിത്സിക്കാൻ പൊക്കോ, ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ പലയിടത്ത് ചെന്ന് കഴിയുമ്പോൾ അറിയാം ഇതിൻ്റെ ചിലവ് എവിടെ പോയി നിൽക്കുമെന്ന്. ഒന്നും വേണ്ട, വലിയ പ്രശ്നമൊന്നും അല്ലെന്ന് നമുക്കൊക്കെ തോന്നാമെങ്കിലും നമ്മൾ ഒരു പല്ലിനൊരു കേടുവാണ്. ചില രാജ്യങ്ങളിലാണെങ്കിൽ ലക്ഷങ്ങൾ പോവും ആ പല്ലും കൊണ്ട്. ദൈവം സൗജന്യമായി നൽകിയിരിക്കുന്ന അതാത് കാലഘട്ടത്തിൽ അതാത് പ്രോസസ്സിങ്ങിലൂടെ നമ്മുടെ ശരീരത്തിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല പല്ലാണ്. ആദ്യം വരുന്ന പല്ലൊക്കെ മാറി നല്ല പല്ലുകളൊക്കെ വന്ന് അതൊന്ന് നഷ്ടപ്പെടും ഒരെണ്ണം. അപ്പോൾ അറിയാം അതിൻ്റെ ചിലവെന്നാവും. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെല്ലാം ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല, നമുക്ക് ദൈവം സൗജന്യമായ ഇതെല്ലാം തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ, എൻ്റെ ദൈവം എനിക്ക് തന്ന് മടുക്കുന്നില്ലല്ലോ, ദൈവം എന്നെ അനുഗ്രഹിച്ച് മടുക്കുന്നില്ലല്ലോ, ദൈവം എന്നോട് കരുണ കാണിച്ച് മടുക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ, അർഹതപ്പെട്ട ഒരാൾ എൻ്റെ മുന്നിൽ വരുമ്പോൾ അവർ എന്നോട് യാചിക്കാനും കാലയെ പിടിക്കാനും നിൽക്കുന്നതിന് മുമ്പ് തന്നെ ആ അർഹത എന്താണെന്ന് മനസ്സിലാക്കി എനിക്ക് ചെയ്യാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ, അതെ, അവിടെയാണ് ഫ്രാൻസിസ് അസീസിയുടെ മനോഭാവം വരിക. അതാണ് ഈ സത്രം സൂക്ഷിപ്പുകാരിൽ ഇല്ലാതെ പോയ ഒരു പ്രധാനപ്പെട്ട സംഭവം. അവർക്ക് എന്താണ് പറ്റിയത്? ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയും ഒരു അതിൻ്റെ ഭർത്താവും വന്ന് ഒരു കുഞ്ഞ് പ്രസവിക്കുന്നതിന് വേണ്ടി ക്ഷീണിതയായ ആ സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിന് വേണ്ടി പല വാതിലുകൾ മുട്ടിയപ്പോൾ ആ വാതിലുകൾ അടച്ചവർക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അവരുടെ വീട്ടിൽ ഉണ്ണീശോ ജനിക്കുമായിരുന്നു, ലോകത്തിൻ്റെ രക്ഷകൻ ജനിക്കുമായിരുന്നു. അവർക്ക് ആ ഉണ്ണിയെ ആദ്യം കാണാമായിരുന്നു, അവർക്ക് ആ ഉണ്ണിയെ എടുക്കാമായിരുന്നു, ആ ഉണ്ണിക്ക് ഉമ്മ നൽകാമായിരുന്നു. രക്ഷകൻ ജനിച്ചത് ഈ വീട്ടിലാണെന്ന് അവർക്ക് അവരുടെ ജീവിതം മുഴുവൻ, അവരുടെയാണോ ലോകം മുഴുവൻ പാർത്തുപാടുമായിരുന്നു. അപ്പോൾ ചില ചെറിയ കാര്യങ്ങളിൽ നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാവുന്ന വലിയ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വാതിലുകളാണ് നമ്മൾ കൊട്ടിയടയ്ക്കുന്നത്. അത് ആരുടെ മുഖത്തിലൂടെ ആരുടെ ശൈലിയിലും വരുമെന്നുള്ളതാണ് നമുക്കറിയാൻ വയ്യാത്തത്. പലരും അനേകം നന്മകൾ ചെയ്യുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഏജൻസികൾ പറഞ്ഞാൽ ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ട സംവിധാനക്കാർ പറഞ്ഞാൽ ചെയ്യും. എന്നാൽ തൊട്ടുമുറ്റത്ത് നിൽക്കുന്ന പാവപ്പെട്ടവനെയോ അനാഥനെയോ വിധവയെയോ പഠിക്കാൻ നിവൃത്തിയില്ലാതെ നിൽക്കുന്ന ഒരു കൊച്ചിനെയോ കാണാൻ കഴിവില്ലാതെ 100 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഒരു വലിയ സംവിധാനത്തിന് അവിടെ സ്റ്റേജിൽ പേര് വിളിച്ച് പറയുമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അഡ്വാൻസ് അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിലോ, എനിക്കതിൻ്റെ പേരിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ പ്രശസ്തി കിട്ടുമെങ്കിലോ, എന്തും ചെയ്യാൻ കോടികൾ മുടക്കുന്നവർ 100 രൂപ തൊട്ട് മുന്നേ നിൽക്കുന്ന പാവപ്പെട്ടവനും ബലഹീനനുമായ അല്ലെങ്കിൽ അർഹതപ്പെട്ടവന് കൊടുക്കാതെ അവിടേക്ക് കൊടുക്കുമ്പോൾ ദൈവസന്നിധിയിൽ അത് എത്രയധികം പ്രീതികരമാകുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ കൊട്ടിയടയ്ക്കപ്പെട്ട സത്രത്തിൻ്റെ വാതിലുകൾ പോലെയായി പോകുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ചില വാതിലുകൾ? പല അമ്മമാരും പറയാറുണ്ട്, ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് മക്കൾ വളർന്നു വരുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുമെന്ന്, അല്ലെങ്കിൽ അവർ ഞങ്ങളെ ഒന്ന് കരുതുമെന്ന്, എൻ്റെ അമ്മയുടെ ഇഷ്ടത്തിനൊരു സ്ഥലത്ത് കൊണ്ടുപോകുമെന്ന്, അമ്മയോട് ചോദിച്ചിട്ടൊരു യാത്ര ചെയ്യുമെന്ന്, അമ്മയും കൂടെ വരുന്നോന്നൊന്ന് ചോദിക്കുമെന്ന് പല അമ്മമാരും വേദനയോടെ പറയുന്ന ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഈ സമയം കടന്നു പോവുകയാണ്. എത്ര കഷ്ടതകളിലൂടെയാണ് കുഞ്ഞിനെ വളർത്തിയത്. 2 3 മക്കളാണുള്ളത്.
3 പേർക്കും വേണ്ടി ഈ അപ്പനും അമ്മയും ജീവിതം മുഴുവൻ മാറ്റിവെച്ചു. അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സമ്പാദിച്ചതും കടവും മേടിച്ച് ഇവരുടെ ജീവിതം മുഴുവനും അധ്വാനിച്ച് ഇവരോരോ രാജ്യത്തൂടെ ജോലിക്ക് പോയി. കോടിക്കണക്കിനും ലക്ഷക്കണക്കിനും ഒക്കെ ഉണ്ടാക്കി അവിടെ ഫ്ലാറ്റും മേടിച്ച് ജീവിതവും തുടങ്ങി. ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ വേലക്കാരെ കിട്ടുന്നതിന് ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മയെ കൊണ്ടുപോയി കൊച്ചിനെ നോക്കിക്കാൻ വേണ്ടി മാത്രം 6 മാസം കൊണ്ടുപോയി അല്ലെങ്കിൽ 1 കൊല്ലം കൊണ്ടുപോയി അപ്പൻ അവിടെ നാട്ടിൽ ഒറ്റയ്ക്കായി 2 പേരും സമാധാനം പോയെന്നല്ലാണ്ട് പ്രത്യേകിച്ച് അവർ ആ വീട്ടിൽ ഞങ്ങൾ ജീവിക്കുമ്പോഴും വിദേശത്ത് കൊണ്ടുപോകുമ്പോഴും ഒക്കെ അമ്മയെ കരുതിയിട്ട് അല്ല അപ്പനെ കരുതിയിട്ട് സംസാരിക്കുന്നതിന് പകരം അവരവരുടെ ലോകത്താണ് സിസ്റ്ററെ, അവരുടെ കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതിനിടയിൽ ഞാൻ പലപ്പോഴും അധികപ്പറ്റാണ്. അപ്പനും അമ്മയും പറയുന്നത് ഞങ്ങൾ അധികപ്പറ്റാണ്. എന്നാൽ അപ്പനെയും അമ്മയും പൊന്നുപോലെ നോക്കുന്ന അനേകം മക്കളുടെ കഥയും പറയാറുണ്ട്. അവർ എപ്പോഴും ഈ അപ്പനും അമ്മയും ദൂരെയാണെങ്കിൽ പോലും അവർ ഒന്നാണ് മനസ്സുകൊണ്ട്. കാരണം എപ്പോഴും അന്വേഷിക്കും, എന്താ കഴിച്ചതെന്ന് ചോദിക്കും, ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. വർഷത്തിലൊന്നെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും അപ്പൻ്റെ അമ്മയുടെയും കൂടെ വന്നിരിക്കും. അല്ലെങ്കിൽ അപ്പനെയും അമ്മയും വർഷത്തിലൊന്നെങ്കിലും അവർ നിൽക്കുന്നിടത്തേക്ക് കൊണ്ടുപോകും. സ്നേഹത്തിൽ അവർ വളരെ ബോണ്ടിങ്ങാണ്. ദൂരമുണ്ടെങ്കിലും ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കാൻ വേണ്ടിയൊക്കെ പോയിട്ടുണ്ട്. ഇതെല്ലാം ഈ ലോകത്തിൽ ആവശ്യമാണ്. ജീവിക്കണ്ടേ, അധ്വാനിക്കണ്ടേ, അലസരായി വീട്ടിലിരിക്കുന്നതാണോ ഒരു ജീവിതമല്ല. എന്നാൽ സ്നേഹത്തിൻ്റെ ബോണ്ടിങ്, സത്രങ്ങളുടെ വാതിലുകൾ അടയ്ക്കരുത്, സത്രങ്ങളുടെ വാതിലുകൾ തുറന്നിടണം. ഇപ്പോൾ എല്ലാ ഗേറ്റും 3 ആൾ പൊക്കത്തിൽ ഗേറ്റ് അടയ്ക്കുക. ഒരു മനുഷ്യനെ വീടിൻ്റെ അകത്തേറ്റ് കയറ്റുകയില്ല. അത് വന്ന് ക്യാമറയിലൂടെ നോക്കി, ശരിയാണ് ഒരു സൈഡിൽ കള്ളന്മാരുണ്ട്, പ്രശ്നക്കാരുണ്ട്, പ്രതിസന്ധിക്കാരൊക്കെയുണ്ട്. എന്നാൽ മറു സൈഡിൽ അർഹതപ്പെട്ടവരെയും കൂടെ ക്ലോസ് ചെയ്യുകയാണ്. അപ്പം പലപ്പോഴും ഇങ്ങനത്തെ ഗേറ്റ് കാണുമ്പോൾ പലർക്കും ബുദ്ധിമുട്ട് വരും. ചിലപ്പോൾ 1 മാസത്തെ ഒരു ഫീസ് ചോദിക്കാൻ വേണ്ടി വരണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് വരാൻ ഒരു ദൂരം വരികയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയണം. എല്ലാ കാര്യത്തിൻ്റെ അകത്തും വിവേകം ഉപയോഗിക്കണം. നമ്മൾ ചെയ്യുന്ന പല കാര്യം കൊണ്ട് നമ്മുടെ നാശവും മറ്റുള്ളവരുടെ നാശവും ഉണ്ടാകരുത്. ചിലർ വാരി കൊടുക്കുന്ന പണം കൊണ്ട് തന്നെ ചിലർ നശിച്ചവരെ നമുക്കറിയാം. ദൂർത്തടിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ആവശ്യമില്ലാതെ വിവേകമില്ലാതെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയൊക്കെ പൈസ ഇറക്കിയിട്ട് പലർക്കും കൊടുത്തിട്ട് നാശത്തിലേക്ക് പോയ മനുഷ്യരെ നമുക്കറിയാം. അവരും നശിച്ചു, കൊടുത്തവരും നാശമായി. നമ്മൾ എന്ത് ചെയ്തെങ്കിലും അതിൻ്റെ അകത്ത് നമ്മുടെ വിവേകവും പ്രാർത്ഥനയുടെ ഒരു തീരുമാനവും തീർച്ചയായിട്ടും നമ്മൾ എടുക്കണം. എന്നാൽ ഇവിടെയെല്ലാം ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു വരുന്ന ഒരേ ഒരു കാര്യമാണ്, അർഹതപ്പെട്ടവന് വേണ്ടി വാതിൽ തുറക്കണം. അർഹതപ്പെട്ടവന് വേണ്ടി സത്രത്തിൻ്റെ വാതിൽ തുറക്കണം. അർഹത എങ്ങനെ തീരുമാനിക്കണം? നമ്മൾ നോക്കുമ്പോൾ യോസേപ്പിതാവിനും മറിയത്തിനും ഈ പറഞ്ഞ യാത്രയുടെ ഇടയ്ക്കത്തെ വീടുകളിൽ എവിടെ അർഹതയുള്ളേ? അവർക്കെന്താ ഇവരുമായിട്ട് ബന്ധം? ഞങ്ങളറിയാത്തൊരു ഭാര്യയും ഭർത്താവും നിൽക്കുന്നു, അവരുമായിട്ട് എന്ത് ബന്ധം? അവിടെയാണ് ദൈവം നൽകുന്ന മനസ്സാക്ഷിയും ദൈവം നൽകുന്ന വിവേകവും ദൈവം നൽകുന്ന മനുഷ്യ സ്നേഹവും മാനവികതയൊക്കെ ഉപയോഗിക്കേണ്ടത് അവിടെയാണ്. അപ്പം നമ്മൾ ഓർക്കുന്ന നമ്മുടെ ചേട്ടൻ്റെ അനിയൻ്റെ മക്കളും അപ്പൻ്റെ പെങ്ങളുടെ മക്കളും ഒക്കെയാണ് നമ്മുടെ അർഹതപ്പെട്ടവരെന്ന. പക്ഷേ അതെല്ലാം അർഹതപ്പെട്ടവർ തന്നെ. പക്ഷെ അതിനപ്പുറത്തേക്ക് സ്നേഹത്തിൻ്റെ ഒരു മുഖം നമ്മളിൽ നിന്നുണ്ടാകണം. 2022 നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം. കോടികളുടെ കഥകളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ആയിരങ്ങളുടെയോ ലക്ഷങ്ങളുടെയോ ഒന്നുമല്ല, കോടികൾ ബിസിനസ്, കോടികൾ ബില്യണൊക്കെയാണ് ഓരോ കാര്യത്തിനും ഇറങ്ങുന്നത്. മില്യനേഴ്സ് പോലും മാറി, അതിൻ്റെ ഒക്കെ മുകളിലേക്കായി വലിയ ആയിരക്കണക്കിന് കോടികളുടെ ബിസിനസ് ഓരോ നിമിഷവും നടക്കുന്ന ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. എന്നിട്ടും ഉറങ്ങാതെ യാത്ര ചെയ്തിട്ടും കോടികൾ ബാങ്കിലുണ്ടായിട്ടും സമാധാനത്തോടെ കുടുംബത്തോടു കൂടി ജീവിക്കാനോ മക്കളെ വളർത്താനോ മക്കൾക്ക് വേണ്ടി ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒരു സഹോദരങ്ങൾ കയറി വരുന്ന ഒരു ബന്ധം സ്ഥാപിക്കാനോ പറ്റുന്നില്ല എങ്കിൽ എന്ത് അർത്ഥമാണ്, എന്ത് മൂല്യമാണ് ഈ എല്ലാ നേട്ടം കൊണ്ടുള്ളത്? തുറക്കേണ്ട വാതിലുകൾ, സ്നേഹത്തിൻ്റെ വാതിലുകൾ തുറന്നല്ലെങ്കിൽ, അത് അടച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ അർഹതപ്പെട്ടവരുടെ മുന്നിൽ പലപ്പോഴും ഈ ബിസിനസ്സിൻ്റെയൊക്കെ ഇടയിൽ സംഭവിക്കുന്ന ഒരു വലിയ സംഭവം നമ്മൾ ഈ ജീവിതങ്ങളിലൂടെ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഒട്ടും സമയമില്ലാതെ തിരക്കിട്ട് ഓടുന്നതിനിടയിൽ സ്നേഹത്തിൻ്റെ ഒരു കരുതലിൻ്റെ, നല്ല ഭാഷയുടെ, ഒന്നിച്ചുള്ള ഒരു ഭക്ഷണം കഴിക്കലിൻ്റെ ഒക്കെ ആ വാതിലുകൾ അടയ്ക്കപ്പെടുമ്പോൾ അമ്മയെ അവിടെ ഒരു ഭാഗത്തായിരിക്കും, അപ്പൻ വേറൊരു ഭാഗത്തായിരിക്കും, മക്കൾ 2 പേരുണ്ടെങ്കിൽ അവർ വേറൊരു ഭാഗത്തായിരിക്കും. വേറൊരു ലോകം ഒരു കുടുംബത്തിൻ്റെ അകത്ത് തന്നെ സൃഷ്ടിക്കപ്പെടും. വാതിലുകൾ പലരുടെയും അടഞ്ഞു കിടക്കുകയാണ്. ഓരോ വാതിലും അടഞ്ഞു കിടക്കുന്നു. ഒരു വീടാണെങ്കിലും ഓരോ വാതിലും അടഞ്ഞതാണ്. ഹൃദയത്തിൻ്റെ തുറവിയില്ല. പറയേണ്ടത് പറയാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? സ്നേഹത്തിൻ്റെ ഭാഷ നഷ്ടപ്പെട്ടു പോയി.
അത് നഷ്ടപ്പെടുത്തുന്നത് വരെ വാതിലടച്ചിട്ടിട്ട് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എല്ലാം നഷ്ടമായെന്നോർത്ത് കരയുന്നവരെയും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റാതെ വരുന്നവരെ കാണുന്നുണ്ട്. ആയിരക്കണക്കിന് ഡൈവോഴ്സുകൾ മിനിറ്റുകൾ കൊണ്ട് നടക്കുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ മാറുകയാണ്. അപ്പോൾ സത്രം സൂക്ഷിപ്പുകാരുടെ അല്ലെങ്കിൽ യേശുപിതാവിൻ്റെയും മാതാവിൻ്റെയും മുമ്പിൽ വാതിലുകൾ അടച്ചവരുടെ ജീവിതം നമുക്ക് തരുന്നൊരു പാഠമുണ്ട്. എന്താണത്? ഒരു പക്ഷേ എൻ്റെ ആ വാതിലൊന്ന് തുറന്നു കൊടുത്തെങ്കിൽ രക്ഷകൻ എൻ്റെ വീട്ടിൽ ജനിക്കുമായിരുന്നു. ആ രക്ഷകനെ എൻ്റെ കൈ കൊണ്ട് എടുക്കാമായിരുന്നു. ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ വാതിലൊന്ന് തുറന്നു കൊടുത്തെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നല്ലൊരു പെൺകുട്ടി എന്നും വിശുദ്ധയായി ജീവിക്കുമായിരുന്നു. അവളെ സ്നേഹിക്കാനും കരുതാനും എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ അവൾ ഏറ്റവും നല്ല കുട്ടിയായിട്ട് ജീവിക്കുമായിരുന്നു. അതിനു പകരം ദുശീലങ്ങൾക്കും മദ്യപാനത്തിനും കൂട്ടുസെറ്റിനും പുറകെ പോയി അവൾക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കാതെ വന്നപ്പോൾ, വാതിലുകൾ അടഞ്ഞപ്പോൾ ജീവിതം തന്നെ കൈവിട്ടു പോയത് ആരുടെ ഉത്തരവാദിത്തമാണ്? നല്ലൊരു കുഞ്ഞാണ് എൻ്റെ എനിക്ക് ജനിച്ചത്, നല്ല മോള്. അതിനെ നന്നായിട്ട് വളർത്തിയായിരുന്നെങ്കിൽ, സ്നേഹം കൊടുത്ത് വളർത്തിയായിരുന്നെങ്കിൽ, കരുതൽ കൊടുത്ത് വളർത്തിയായിരുന്നെങ്കിൽ, പണവും ട്യൂഷനും വിദ്യാഭ്യാസവും മാത്രം കൊടുത്ത സമയത്ത് അതിൻ്റെ കഴിവുകളെ കണ്ട് അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, അതിനെ ഒന്ന് കൊഞ്ചിച്ച് കൊണ്ടു നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ആ കുഞ്ഞ് മിടുക്കിയായിട്ട് ഇന്ന് വന്ന് എൻ്റെ മാറിൽ തന്നെ ചേർന്ന് കിടക്കുമായിരുന്നു. ഇന്നത് അപ്പൻ എന്ന് പറഞ്ഞാൽ വേണ്ട, അമ്മയെന്ന് പറഞ്ഞാൽ കേൾക്കണ്ട, ആരുടെയൊക്കെയോ എവിടെയൊക്കെയോ ബന്ധങ്ങളിലേക്ക് പോയെങ്കിൽ ഞാനടച്ച വാതിലല്ലേ അതിൻ്റെ കാരണം. ചേട്ടനും അനിയനും വളരെ സ്നേഹത്തിൽ ജീവിച്ച വീട്ടിൽ വാതിലുകൾ കൊട്ടിയടച്ച രണ്ട് സ്ത്രീകൾ ചേട്ടത്തി അനിയത്തിയായിട്ട് വന്നാൽ ആ കുടുംബത്തിൻ്റെ സർവ്വസമാധാനവും സന്തോഷവും കളഞ്ഞത് ആരാണ്? എങ്ങനെ ഒന്നിച്ചിരുന്ന് സന്തോഷിച്ച് ഭക്ഷണം കഴിച്ച വീട് ഇപ്പോൾ ഓരോ ലോകത്തൂടെയായി. എന്ത് നേടാൻ പറ്റി? കൊട്ടിയടക്കപ്പെടുന്ന ഓരോ വാതിലുകളിലും ഈശോ അതുകൊണ്ടാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഈശോ തന്നെ പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് തുറന്നു തന്നാൽ ഞാൻ അതിൽ പ്രവേശിക്കുകയും അവനോടൊപ്പം ആയിരിക്കുകയും ചെയ്യും. കതക് വെട്ടിത്തുറന്ന് കയറുന്ന ദൈവത്തെയല്ല, വാതിൽക്കൽ മുട്ടിയിട്ട് നിങ്ങൾ തുറക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന കാതോർത്തിരിക്കുന്ന ദൈവത്തെയാണ് ബൈബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്വാതന്ത്ര്യത്തെ മുഴുവൻ തീർത്ത് കളയുന്ന ദൈവത്തെയല്ല, മനുഷ്യന് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം ദൈവത്തോടു കൂടി ഉപയോഗിച്ചുകൊണ്ട് ദൈവമാകുന്ന പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. സ്നേഹമാണെങ്കിൽ അതിൻ്റെ പൂർത്തീകരണമായ ക്രിസ്തുവിലേക്ക് എത്താൻ, ക്ഷമയാണെങ്കിൽ അതിൻ്റെ പൂർത്തീകരണമായ ക്രിസ്തുവിലേക്ക് എത്താൻ. അനേകം ധ്യാനം കൂടി, അനേകം നോമ്പുകൾ നോക്കുന്നു, അനേകം ക്രിസ്മസ് ആഘോഷിക്കുന്നു, അനേകം മെസ്സേജുകൾ ഓരോ നിമിഷവും കേൾക്കുന്നു. ഇതെല്ലാം നമ്മുടെ ഒരു സൈഡിൽ കൂടെ നടക്കുമ്പോൾ മറു സൈഡിൽ ആ ക്രിസ്തുവാകുന്ന പൂർണ്ണതയെ സ്വീകരിക്കുവാൻ, സത്യത്തിൻ്റെ പൂർണ്ണതയെ, സ്നേഹത്തിൻ്റെ പൂർണ്ണതയെ, വിശ്വസ്തതയുടെ പൂർണ്ണതയെ, സമാധാനത്തിൻ്റെ പൂർണ്ണതയെ, അവൻ ശാലോം രാജാവെന്നറിയപ്പെടും. നമ്മൾ ഈ ദിവസങ്ങളിൽ പലയിടത്തും കേട്ടു, ശാലോം രാജാവെന്നറിയപ്പെടും. പ്രവചനങ്ങളാണ് ശാലോം യശയ്യാ പ്രവചനം. സമാധാനത്തിൻ്റെ പൂർണ്ണത ക്രിസ്തുവിലാണ്, ഒരു ബിസിനസ്സിലുമല്ല. നമുക്ക് തോന്നും ഈ ലോകം വെട്ടിപ്പിടിക്കുന്നവരെല്ലാമാണ് ഏറ്റവും വലിയ സമാധാനത്തിൻ്റെ ഉടമസ്ഥരെന്ന്. അങ്ങനെയാണെങ്കിൽ അനേകം ബിസിനസ്സുകാരും അനേകം കോടീശ്വരന്മാരും സ്വർഗ്ഗതുല്യമായിട്ട് ജീവിച്ചതിനെ പലരും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലായിരുന്നു. സൗന്ദര്യമായിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും വലുതാണെന്ന് നമുക്ക് തോന്നിയാൽ അതുള്ളവരെല്ലാം സന്തോഷത്തോടെ ജീവിക്കുമായിരുന്നു. ക്രിസ്തു നൽകുന്ന സമാധാനം നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ അത് വെച്ചിട്ടുണ്ട്. അത് ആർക്കെല്ലാം നമ്മൾ കൊടുക്കുന്നു അതിനനുസരിച്ച് ദൈവം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. നമുക്ക് തന്നെ അറിയാമല്ലോ, ചിലർ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു സമാധാനം, അവരുടെ കൂടെ യാത്ര ചെയ്യാൻ സമാധാനം. ചിലരോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ സമാധാനം പോകാൻ തുടങ്ങും. അതായത് എല്ലാ വളഞ്ഞ വഴികളിലൂടെ ആയിരിക്കും അവർ പോകുന്നത്. നമുക്കത് കേൾക്കുമ്പോൾ നേരായ വഴിക്കാണ് ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് മൊത്തത്തിൽ സമാധാനം പോകും. അപ്പോൾ ഉള്ള വേഗം 5 മിനിറ്റ് കൊണ്ട് ഈ സംസാരം നിർത്തിയിട്ടൊന്ന് പോയാൽ മതി നമ്മൾ ഓർക്കും. എന്നാൽ ചില മനുഷ്യരോട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഓർത്ത് നോക്കൂ, എത്ര സമയം യാത്ര ചെയ്താലും നമുക്കിഷ്ടമാണ്. നല്ല നല്ല കാര്യങ്ങളായിരിക്കും, സ്നേഹത്തിൻ്റെ ഭാഷയായിരിക്കും, സമാധാനത്തിൻ്റെ ഭാഷയായിരിക്കും. നമുക്ക് ഇച്ചിരി വിഷമമായിട്ടാണ് നമ്മൾ അവരോട് യാത്ര ചെയ്യാൻ തുടങ്ങിയെങ്കിലും ആ യാത്രയിൽ ചില ഫാമിലിയോടെയൊക്കെ നമ്മൾ പലപ്പോഴും പള്ളിയിലൊക്കെ ഒന്നിച്ച് പോകുമ്പോൾ അവരെല്ലാവരും ഇരുന്ന് വർത്തമാനം പറയും, തമാശ പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. എന്തൊരു അനുഗ്രഹം അത് കാണാൻ തന്നെ. എന്നാൽ ചില ഫാമിലിയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ തന്നെ ദൈവമേ പെട്ടെന്നൊന്ന് പള്ളിയിൽ എത്തിയാൽ മതിയായിരിക്കും എന്ന് ഓർക്കും. കാരണം എന്താണ്? അപ്പനൊരു വഴിക്ക്, അമ്മയൊരു വഴിക്ക്, മക്കൾ വേറൊരു വഴിക്കായിരിക്കും. 5 മിനിറ്റ് ആ വണ്ടി ഇരുന്നാൽ നമ്മളെ കോൺസെൻട്രേഷൻ പോലും പോകും. വണ്ടിയൊക്കെ ഭയങ്കര സംഭവമായിരിക്കും, ബാങ്കിൽ ഒത്തിരി പൈസയും കാണും. പക്ഷേ 15 മിനിറ്റ് ഒന്നിച്ച് ഇവരോട് യാത്ര ചെയ്യുമ്പം നമുക്ക് തന്നെ
തോന്നും, ദൈവമേ ഇവരെങ്ങനെ ജീവിക്കും. ഇത് നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചിന്തിക്കണം. ലോകത്തിൻ്റെ അവസാനം വരെ ജീവിക്കുന്നവരൊന്നുമല്ല നമ്മളാരും. 80-100 വർഷം മാക്സിമം, 70-80 വർഷം. ഈ കാലഘട്ടത്തിൽ 30, 40, 50 ഒക്കെ വയസ്സിൽ തന്നെ അനേകർ നമ്മൾ സ്വപ്നത്തിൽ കാണാത്തവരുടെ മരണം മുന്നിൽ കണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഹാർട്ട് അറ്റാക്കായിട്ടും പലവിധ രോഗങ്ങളായിട്ടുമൊക്കെ. അതുകൊണ്ട് മരണം നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അത് നഷ്ടമൊന്നുമല്ല, ഈശോയോട് കൂടി ചേരാനുള്ളതായത് കൊണ്ട് അത് ഭാഗ്യം തന്നെയാണ്. അതിൽ പ്രശ്നമൊന്നുമില്ല, എപ്പം വേണമെങ്കിലും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കാം. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഭൂമി നമ്മുടെ കയ്യിലെ അവകാശമൊന്നുമല്ല. ഇതിട്ടിട്ട് നമ്മൾ പോയേ പറ്റൂ. നമുക്ക് തന്നിരിക്കുന്നതൊക്കെ ദൈവം നൽകിയതാണ് ദാനമായിട്ട്. അതൊക്കെ നമുക്ക് വേണ്ട വിധത്തിൽ വിവേകപൂർവ്വം നമുക്കതിനൊക്കെ ഉപയോഗിക്കാം. എന്നിട്ട് ഈ ഭൂമിയെ വിട്ടിട്ട് നമ്മൾ പോകണം. വെട്ടിപ്പിടിക്കുന്നതും ഓടുന്നതും കണ്ടാൽ, സത്രങ്ങൾ അടയ്ക്കുന്നതും കണ്ടാൽ ഇതെല്ലാം എൻ്റെ സ്വന്തമാണെന്ന് തോന്നും. ഈ സത്രത്തിൻ്റെ എല്ലാ ഉടമസ്ഥൻ ഞാനാണെന്ന് തോന്നും. ഒന്നുമില്ല, ഈ സത്രം ഇട്ടിട്ട് നീ നാളെ പോയേ പറ്റൂ. ഈ സത്രം നിൻ്റെ അല്ല. പിന്നെ അതുകൊണ്ടാണ് സോളമൻ പറഞ്ഞത്, ലോകം മുഴുവൻ്റെയും സർവ്വജ്ഞാനവും ദൈവം കൊടുത്തിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും അങ്ങേയറ്റം ആസ്വദിച്ച സോളമൻ പറഞ്ഞത്, ഇതെല്ലാം മിഥ്യ. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിലുള്ളതെല്ലാം മിഥ്യ. എല്ലാത്തിനും ഒരു കാലവുമുണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു വാക്കതാണ്, ആകാശത്തിന് കീഴിൽ നിന്ന്. അതിനും മുകളിലുള്ള സ്വർഗത്തെ മാത്രമാണ് മിഥ്യ എന്ന് പറയാൻ പറ്റാതിരിക്കൂ. ബാക്കി എല്ലാം കടന്നു പോകുന്നതാണ്. ഇന്ന് നമ്മൾ വളരെ നല്ലൊരു പ്രഭാതം കണ്ട് എഴുന്നേൽക്കുകയാണ്. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മഞ്ഞും മഴയുമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് കേരളത്തിൽ നല്ല കാലാവസ്ഥ എന്ന് പറയും, നാളെ ന്യൂനമർദ്ദം കയറി എല്ലായിടവും റെഡ് അലേർട്ടെന്നും കേൾക്കാം. എന്ത് ഗ്യാരണ്ടി എവിടെയാണ് ഉള്ളത്? ഇന്ന് ലോകം മുഴുവൻ തുറന്നു കേൾക്കാം, യാത്ര ചെയ്യാൻ റെഡി എന്ന് പറയും. ടിക്കറ്റ് എടുത്ത് കഴിയുമ്പം ലോകം മുഴുവൻ അടച്ചെന്ന് കേൾക്കാം. എന്ത് ഗ്യാരണ്ടിയാണ്? എവിടെയാണുള്ളത്? ഇന്നലെ വരെ ആരോഗ്യത്തോടെ ഇരുന്നയാൾ പെട്ടെന്നൊരു തലകറക്കം വന്നു, ഹോസ്പിറ്റലിൽ ചെന്നു, ഒരു ചെറിയ ലക്ഷണമുണ്ട് ക്യാൻസറിൻ്റെ എന്ന് പറഞ്ഞാൽ മതി. അന്ന് വരെ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഭക്ഷണം കഴിച്ചെങ്കിലും ടേസ്റ്റ് മാറിയെന്ന് മനസ്സിൽ തോന്നാൻ തുടങ്ങിയാൽ ചിലപ്പം ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയോ ഒരു കഞ്ഞിയോ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറും. ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഭക്ഷണം വേണ്ടെന്നാവും. അതുകൊണ്ടാണ് ഇതൊന്നും ശാശ്വതമല്ല. അടയ്ക്കേണ്ട വാതിലുകളല്ല നമ്മുടെ ഹൃദയങ്ങളുടേത്. സ്നേഹത്തിൻ്റെ വാതിൽ അടയ്ക്കരുത്. അർഹതപ്പെട്ടവർക്ക് അർഹിക്കുന്ന രീതിയിൽ, അർഹിക്കാത്ത രീതിയിൽ കൊടുക്കുന്ന ദൈവം, അർഹിക്കാത്ത സ്നേഹമാണ് ദൈവം നമുക്ക് നൽകുന്നത്. അർഹതപ്പെട്ടവർക്കെങ്കിലും കൊടുത്താൽ അതിന് നീതി എന്ന് പോലും പറയാൻ പറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. ആ സ്നേഹത്തിൻ്റെ അരുവി നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോഴും ആരെങ്കിലുമൊക്കെ, എല്ലാവരും മദർ തെരേസയെയും കുറ്റം പറയുന്ന ഒരു ലോകത്തിൽ എവിടെയെങ്കിലുമൊക്കെ കാണും, വിശുദ്ധരെയും കുറ്റം പറയുന്ന ഒരു ലോകത്തിൽ എവിടെയെങ്കിലുമൊക്കെ കാണും. എല്ലാവരും നമ്മളെപ്പറ്റി നല്ലതൊന്നും പറയില്ല. ബട്ട് ആരെങ്കിലുമൊക്കെ ആ സ്നേഹം അനുഭവിച്ചവരെങ്കിലും ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മറഞ്ഞു പോകുമ്പോൾ നമുക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ, ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ഈ ജീവിതം കൊണ്ട് ഫ്രാൻസിസ് അസീസി മരിച്ചിട്ട് വർഷം എത്രയായി? ഇന്നും നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക നാമം. ജീവിച്ചപ്പോൾ ലോകത്തിൻ്റെ കണ്ണിൽ നോക്കിയാൽ ഒന്നും നേടിയില്ല. ഭ്രാന്തനെപ്പോലെ നടന്നു. സ്വത്തൊന്നുമില്ലായിരുന്നു, ബാങ്ക് ഡിപ്പോസിറ്റും ഇല്ലായിരുന്നു. പക്ഷേ ഇന്നും ആ നാമം ലോകം മുഴുവൻ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അനേകായിരം വൈദികരും സന്യസ്തരും ആ ഒറ്റ വ്യക്തി കാരണം ഭൂമി മുഴുവൻ ശുശ്രൂഷ ചെയ്യുന്നു. കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിച്ച മദർ തെരേസ മരിച്ചാലും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ഡൊമിനിക് സാവിയോ, ഫ്രാൻസിസ് സേവിയർ, കൊച്ചു ത്രേസ്യ പുണ്യവതി, അനേകം വിശുദ്ധർ, ഇന്നും വിശുദ്ധി ജീവിക്കുന്ന അനേകർ, ഇവരെല്ലാം മരിച്ചു പോയി വർഷങ്ങളായി. എന്നാൽ ജീവിതങ്ങളിൽ, നമ്മുടെ എല്ലാം ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും അവർ ജീവിക്കുന്നു. കാരണം അവരൊറ്റ കാര്യം ചെയ്തു, ക്രിസ്തുവിൻ്റെ സ്നേഹം അവരറിഞ്ഞു. ആ സ്നേഹം വാതിലടയ്ക്കാതെ കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുത്തുകൊണ്ടേയിരുന്നു. അവർ നിൽക്കുന്ന ഏത് മേഖലയിലാണെന്നോ അത് ആവശ്യമെങ്കിൽ, അത് വചനത്തിലൂടെയാണേലും ശുശ്രൂഷയിലൂടെയാണേലും രോഗികളെ പരിചരിച്ചാണെങ്കിലും അതല്ലെങ്കിൽ പ്രസംഗത്തിലൂടെയാണ്, ഏത് രീതിയിൽ അവരെക്കൊണ്ട് ദൈവം ആഗ്രഹിച്ചോ അതവർ ചെയ്തു എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ഇവരെയെല്ലാം മാതൃകയാക്കി നല്ലൊരു സ്നേഹത്തിൻ്റെ വാതിലുകൾ തുറക്കുന്ന വ്യക്തികളായി 2022 ഒരു പുതിയ ജീവിതത്തിന് ചില തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പറ്റട്ടെ. വചനം ഓരോ പ്രാവശ്യവും നമ്മൾ കേൾക്കുന്നു, ഷാലോം ടി വിയിലൂടെ കേൾക്കുന്നു, വിവിധ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നു. നമ്മളിത് കേൾക്കുകയും പോവുകയും ആ ഒരു മിനിറ്റ് കൊണ്ട് ഇതിൽ നിന്നെല്ലാം മാറിപ്പോകുന്നതിന് പകരം
ഇതിന് അപ്പുറത്തേക്ക് ഓരോ പ്രാവശ്യവും വചനം കേൾക്കുമ്പോൾ ഒരു ചെറിയ തീരുമാനമെങ്കിലും എടുക്കുന്ന നല്ല വ്യക്തികളായി, ചെയ്യേണ്ട നന്മ എന്തെന്നറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നത് പാപമാണെന്നുള്ള ഈശോയുടെ ആ വചനത്തെ ഓർത്തുകൊണ്ട് 2022 നമുക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാം. തുടക്കത്തിൽ തന്നെ അനേകം വാതിലുകളെ നമുക്ക് തുറക്കാം. നമ്മളെക്കൊണ്ട് പറ്റുന്ന നന്മകൾ നമുക്ക് വിവേകപൂർവ്വം ചെയ്യാം. പറ്റുന്നവരെ എല്ലാം കരുതുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് മുന്നേറാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അതിന് ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര. പുറപ്പാട്.